എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 61 റിവ്യൂ ആണ്. തുടക്കത്തിൽ തന്നെ അപ്സരയും റസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്സര റസ്മിൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങൾ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ സമ്മതിച്ചോ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ അവിടെയൊക്കെ വന്നത് ബ്ലോക്ക് ആക്കുമായിരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല റസ്മിനെ, നിങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു പവർ ടീമായിരുന്നു. ഈഗോ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത്. എല്ലാവരും അല്ല, എന്നാലും കൂടുതൽ ആൾക്കാരും. അതുപോലെ തന്നെ ഇവിടുത്തെ HR ഞങ്ങളോട് എന്തൊക്കെയാണ് സംസാരിച്ചത്, എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്, നിങ്ങൾ HR-നെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ എന്നൊക്കെ അപ്സര റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ ഓണേഴ്സ് മീറ്റിംഗ് വിളിക്കുകയാണ്. അവരുടെ കുറേ സാധനങ്ങൾ കാണാനില്ല, തൊപ്പി കാണാനില്ല, കിച്ചണിലെ കുറേ കത്തിയും കുറച്ച് സാധനങ്ങളും കാണാനില്ല. അപ്പോൾ ടണൽ ടീമിനെ ഓൾറെഡി അവർ പുറത്തായതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ അവർ അടുക്കളയിലുള്ള കത്തിയും കുറേ സാധനങ്ങളൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി പുറത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ തൊപ്പി എടുത്തത് അർജുനാണ്. അർജുൻ ഈ ടാസ്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് പറയുന്നത്, അർജുനാണ് അത് എടുത്തതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ചേച്ചീൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അത് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അവരൊരു അസാധ്യ കലാകാരിയാണ്. ഇതിനു മുമ്പ് ഈ ആഴ്ചയിൽ കുറേ ഇങ്ങനെ ആക്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് ബോറടിക്കുമായിരുന്നു. ഞാനതൊക്കെ കുറേ സ്കിപ്പ് ചെയ്തിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 2 ദിവസമായിട്ട് അവരുടെ പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് ലൈവിലും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു, എപ്പിസോഡിൽ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ ടണൽ ആദ്യത്തെ ദിവസം അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്ക് പറ്റി, ശരിയാണ്. പക്ഷേ 2ാമത്തെ ദിവസം തൊട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നാണെങ്കിലും ലൈവിൽ അവരാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പം മറ്റുള്ളവർ ഇരുന്നത് പോലെ തന്നെ അവരും ഇരുന്നിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. രാവിലെയൊക്കെ ആ ടാസ്ക് തീരുന്നിടം വരെ ലൈവിൽ കാണാൻ വേണ്ടിയിട്ട്. അത് ബിഗ് ബോസും വിളിച്ച് പറഞ്ഞു, ഇതൊരു ഫൺ ടാസ്ക്കാണ്, അപ്പോൾ ആ രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുമെന്ന്. ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരെന്തെങ്കിലും ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഇവരത് ബലം പിടിച്ച് അതവിടെ ബ്ലോക്ക് ചെയ്ത് അതാകെ പ്രശ്നമാക്കും. ഇവർക്കും അതിൻ്റെ കൂടെ കൂടി അതൊരു എൻ്റർടൈൻമെൻ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഇവർ ആ ബലം പിടിച്ചത് വിടൂല. അതുകൊണ്ടാണ് ഈ ടാസ്ക് ഇത്രയും ഫ്ലോപ്പായി പോകാൻ കാരണം. അങ്ങനെ ഈ ടണൽ ടീം പുറത്താണല്ലോ, അവർ ഈ റോബോട്ടിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിൽ വേറെ ചിപ്പിട്ട് മുതലാളിമാർക്കെതിരെ ചീത്ത പറയുന്ന റോബോട്ടാക്കി. അങ്ങനെ മുതലാളിമാരെ ചീത്ത പറഞ്ഞു എന്നുള്ള പേരിൽ റോബോട്ടിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഈ റോബോട്ടിനെ പുറത്താക്കിയതിനെ ചൊല്ലിയിട്ട് റോബോട്ടും മാനേജ്മെൻറ്റും തമ്മിൽ ആകെ ബഹളം. റോബോട്ടിനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. അങ്ങനെ ഉന്തും തള്ളുമായി അവസാനം പ്രോപ്പർട്ടി ഡാമേജ് വന്നു. എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിൽ ഇരുത്തി ബിഗ് ബോസ്. എന്നിട്ട് പറയാണ്, എന്താണിത്, ഭയങ്കര മോശം, ഇങ്ങനെയാണോ ഒരു ടാസ്ക് കൊണ്ടുപോകുന്നത്? ഇതൊരു ഫൺ ടാസ്ക്കാണ്, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ എടുക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഭയങ്കര ദേഷ്യത്തിൽ. ഇങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് ഇവിടെ നിർത്തും, ഇവിടെ വയലൻസ് പാടില്ല, വയലൻസ് ആര് ചെയ്താലും അപ്പം കർശനമായിട്ടുള്ള നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഭയങ്കര ദേഷ്യം. അതേപോലെ അതിര് കടക്കാതെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഫൺ ടാസ്ക്കാണ്, അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ടണലിന് സന്തോഷമാവുന്നുണ്ട്. കാരണം അവർ ഇതിലെന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കിനും അത് ഈ മാനേജ്മെൻറ്റ് വന്നിട്ട് ബലം പിടിച്ചിട്ട് അതവിടെ നിർത്തുമല്ലോ. അത് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റിനെ HR-നെയും കൂടെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ ടാസ്ക് പാടേ പരാജയമാണ്, പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇവിടെ ഗസ്റ്റ് വന്ന കാര്യം പോലും നിങ്ങൾ മറന്നുപോയി. അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഉള്ള ഉത്തരവാദിത്വം നിങ്ങളുടെയായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റാഫിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ബിഗ് ബോസും മാനേജ്മെൻറ്റുകാരനാണ് ഈ ടാസ്ക് ഈ വിധം കുളമായി എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചു കൊടുക്കില്ല. അവർ ഈ ഈഗോ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നിൽക്കുകയാണല്ലോ. അതിന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി ലാലേട്ടനും കൂടി വന്ന് പറയാനായിട്ടുള്ളൂ. അപ്പം അറിയാം ഇനി ഇവരെന്താ തിരിച്ച് പറയുന്നതെന്നുള്ളത്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞാൽ വിട്ട ഈ കുറച്ച് സമയം കൂടെ ഈ ടാസ്ക് ഉള്ളൂ, അതുവരെയെങ്കിലും ഇതൊരു ഫണ്ണായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നുള്ളത്. പക്ഷെ ഒന്നും അവർ കേട്ടിട്ടില്ല. അവരെങ്ങനെയാണോ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഇവർ കൺഫെഷൻ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ശ്രീരേഖ ഡയമണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവർ ടീമായിട്ട് കളിക്കുമ്പോഴും ഇവർക്ക് അങ്ങനെയും കൂടെ ഒരു ഇതുണ്ടല്ലോ, ഈ ഡയമണ്ട് പോയിട്ട് മോഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രീരേഖ ഡയമണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡെന്നിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഋഷി സമ്മതിക്കുന്നില്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും ശ്രീരേഖനെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ടുള്ളൂ, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആക്കി പറഞ്ഞു വിടുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോഴും ഒരു ഇതുണ്ട്. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് പിടിച്ചു നിന്ന് എന്താ പറയുക, ഭയങ്കര കർക്കശം കാണിച്ച് അങ്ങനെയാണ്. അപ്പം നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇതിനിടയ്ക്ക് ടണലും കുറേ തവണ ശ്രമിക്കുന്നുണ്ട് അകത്ത് കയറിയിട്ട് ഈ ഡയമണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഗസ്റ്റായിട്ടുള്ള സാബുവും നമ്മുടെ ശ്വേതാമേനും ഒക്കെ ഈ ടണലിൻ്റെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തരാം, അത് വന്ന് എങ്ങനെയെങ്കിലും എടുക്കാനായിട്ടുള്ള ഐഡിയാസൊക്കെ. പക്ഷേ അതിനു മുമ്പ് ബസറടിച്ചു, ടാസ്ക് കഴിഞ്ഞു. അങ്ങനെ ആ സമയത്ത് ആർക്കും
ഡയമണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ലിവിങ് റൂമിൽ വന്നിരിക്കുമ്പോൾ ബാക്കി കോയിൻസ് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരെ പറ്റിയുള്ള അഭിപ്രായവും പറയുകയാണ്. ബാക്കി നെസ്റ്റിനും ഡെന്നിനുമാണ് കോയിൻസ് കൊടുക്കാനുള്ളത്. അങ്ങനെ നെസ്റ്റിന് 305 കോയിനും ഡെന്നിന് 485 കോയിനും കൊടുത്ത് അങ്ങനെ ഡെന്നാണ് ഈ ടാസ്കിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ പറ്റി അഭിപ്രായം പറയുന്നുണ്ട്. ശ്രീരേഖേൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് സാബുവും ശ്വേതയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ ടണലിനെ പറ്റിയിട്ടും അവർ ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നന്നായിട്ട് ഗെയിം കളിച്ചു. പക്ഷേ ഇടയ്ക്ക് ഗെയിമിൽ നിന്ന് പോകേണ്ടി വന്നു. അപ്പം ഞാൻ തന്നിട്ടുള്ള പൈസ ഉപകാരപ്പെടാത്തത് കൊണ്ട് ഞാൻ തന്നിട്ടുള്ള മുഴുവൻ പൈസയും തിരിച്ചു വേണം എന്ന് സാബു പറയുന്നുണ്ട് അവരുടെ അടുത്ത്. അതേപോലെ മാനേജ്മെൻറ്റിനെ പറ്റിയും പറയുന്നത് ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു, കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവായിരുന്നു. ഇപ്പം നമുക്ക് തോന്നിയിട്ടുള്ളത് പോലെ തന്നെയാണ് അവിടെ വന്നിട്ടുള്ള ഗസ്റ്റിനും തോന്നിയിരിക്കുന്നത്. അതേപോലെ HR ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല, മാനേജ്മെൻറ്റിൻ്റെ പാവൻ്റെ മാതിരി ആയിരുന്നു എന്ന് ലൈവിൽ പിന്നെ ഇവരെ പറ്റി അഭിപ്രായം പറയുമ്പോഴത്തേക്കിനും ശ്വേത പറയുന്നുണ്ടായിരുന്നു. അതേപോലെ സാബുവും മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നത്, നിങ്ങൾ കുറേ പൈസ മുടക്കിയിട്ടൊരു ഹോട്ടൽ തുടങ്ങി, പക്ഷെ അവിടെ പട്ടാളക്കാർക്ക് മാത്രമേ ജോലി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആയിരിക്കരുത് തുടങ്ങേണ്ടത്, പട്ടാളക്കാർക്ക് മാത്രമുള്ളൊരു ഹോട്ടലായിരിക്കണം തുടങ്ങേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നിയത് തന്നെ അവിടെ ചെന്നിട്ടുള്ള ഗസ്റ്റിനും തോന്നി. അപ്പോൾ ശ്വേതയും സാബുവും കൂടെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞിരുന്നു, ഇവർ ഈ മാനേജ്മെൻറ്റിന് ഈഗോയാണ്, അവർക്കൊന്ന് നയപരമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ആ പ്രശ്നം തീർക്കാനോ പറ്റുന്നില്ല എന്ന്. ഈ മാനേജ്മെൻറ്റിനെ പിന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ ലൈവിൽ നോറ ചോദിച്ചിരുന്നു ടണലിനെ ഈ പുറത്താക്കിയിട്ടുള്ള സ്റ്റാഫിനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. അപ്പം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടമാണ് തിരിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ അപ്പോൾ ഋഷിക്ക് ഇഷ്ടമല്ല. ഋഷിക്ക് ടണലിനെ, പ്രത്യേകിച്ച് അപ്സരേനെ പിന്നെ തിരിച്ചെടുക്കാനായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരെടുത്തില്ല. ഇതൊരു ടാസ്ക് അല്ലേ. ഈ ടാസ്ക് വരുമ്പോഴെങ്കിലും ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും കൂടെ ആലോചിക്കണ്ടേ. നമുക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. ഇവരുടെ എപ്പോഴും ഈ വഴക്കും ബഹളവും അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു പെരുമാറ്റം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആവും. ഇത് കഴിഞ്ഞിട്ട് ഡെന്നും പവർ ടീമും തമ്മിലുള്ള ചലഞ്ച് 3 ടാസ്കുകൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ടാസ്ക് ടേബിളിൽ നിറയെ കുഴികളുണ്ടാവും, ആ കുഴികളിലേക്ക് ബോൾ ഉരുട്ടിയിട്ട് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. ആദ്യത്തെ ടാസ്കിൽ ടീം ഡെന്നാണ് ജയിച്ചത്. രണ്ടാമത്തെ ടാസ്ക് ടയർ ഉരുട്ടിയിട്ട് ഓപ്പോസിറ്റുള്ള കുപ്പികൾ വീഴ്ത്തുക എന്നുള്ളതാണ്. അതിൽ പവർ ടീമാണ് ജയിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ടാസ്ക് ഒരു ടേബിളിൽ കൂടെ ഫുട്ബോൾ ഉരുട്ടി വിടുക. ഓപ്പോസിറ്റ് ഒരു നെറ്റുണ്ട്. അപ്പോൾ ഈ ബാറ്റും പിടിച്ചിട്ട് കറങ്ങുന്ന ഒരു പാവയുണ്ട്. അപ്പോൾ ബാറ്റിൽ തട്ടാതെ ബോൾ നെറ്റിൻ്റെ ഉള്ളിലാക്കണം. അതായിരുന്നു മൂന്നാമത്തെ ടാസ്ക്. അതിലും ടീം ഡെന്നാണ് ജയിച്ചത്. അങ്ങനെ 3 ടാസ്കിൽ 2 ടാസ്കിലും ജയിച്ച് ടീം ഡെന്നാണ് നെക്സ്റ്റ് പവർ ടീമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഓരോ തവണയും ഡെന്ന് ജയിക്കുമ്പോൾ അവരെക്കാട്ടിലും സന്തോഷം മറ്റുള്ളവർക്കായിരുന്നു. കാരണം അവർ ഇപ്പോഴത്തെ പവർ ടീമിനെ കൊണ്ട് അത്രയും മടുത്തു. പിന്നെ എപ്പിസോഡിൽ ഇവർ ഡിന്നർ കഴിക്കുന്നതാണ്. ഇതിൽ വന്നിട്ടുള്ള ഗസ്റ്റിൽ 2 പേർക്കും ഇവരെ പറ്റിയുള്ള ഈ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും അവർക്ക് തിരിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.